കഷ്ടമുണ്ട്. ഒരു മുന്നറിയിപ്പില്ലാതെ ഞങ്ങളെയൊക്കെ വിട്ടു പോവല്ലേ? സോറി മോളെ, എൻ്റെ അമ്മ ആകെ തകർന്നിരിക്കുക. ഒന്നും പുറത്ത് കാട്ടുന്നില്ലെന്നേ ഉള്ളൂ. ഇനി എപ്പോഴും ഞാൻ അമ്മയുടെ അടുത്തില്ലെങ്കിൽ അത് ശരിയാവത്തില്ല. മനസ്സമ്മതം മുടങ്ങിയത് കൊണ്ടാണോ? അത് മാത്രമല്ല, അമ്മയുടെ ചുറ്റും ശത്രുക്കളാ. സത്യം പറഞ്ഞ ഓർക്കുമ്പോ പേടിയാ എനിക്ക്. അങ്ങനെ ഒരു വാക്ക് അമ്മയുടെ വായിന്ന് വീഴുകയും ചെയ്തു. എന്നെ ആരെങ്കിലും തട്ടിക്കളഞ്ഞ നീ വേണ്ട ഇതൊക്കെ നോക്കാന്ന്. അങ്ങനൊന്നും ഒരിക്കലും സംസാരിക്കാത്ത ആളാ അമ്മ. എന്തോ ഒരാപത്ത് വരാൻ പോവാണെന്ന് മനസ്സിൽ വല്ലാത്തൊരു പേടി. ഏയ്, കത്രീനാമ്മ വല്ല തമാശയും പറഞ്ഞതായിരിക്കും. നീ അതിങ്ങനെ മനസ്സിലിട്ട് പെരുപ്പിക്കണോ? എന്തോ എടാ ഇത്, നിന്റെ ചോടിയും ചുണയൊക്കെ ഒറ്റ ദിവസം കൊണ്ട് കെട്ടുപോയോ? എനിക്ക് എന്ത് പറ്റിയാലും ഐ എം ലീസ് ബോധേഡ്. പക്ഷെ അമ്മയുടെ കാര്യം വരുമ്പോ തളർന്നു പോകുന്ന ഞാൻ ഇപ്പോഴാ അറിയുന്നത്. കാരണം ഇതിനു മുമ്പ് ഒരിക്കലും ഞാൻ അമ്മ ഇങ്ങനെ കണ്ടിട്ടില്ല. അറിയാതെ പറയുന്ന ചില വാക്കുകള് അറം പറ്റൂന്ന് കേട്ടിട്ടുണ്ട്. ഇനിയിപ്പൊ കത്രീനാമ്മച്ചി പറഞ്ഞത് അങ്ങനെ വല്ലോം? ദേ, ഒറ്റ അടി തന്നാലുണ്ടല്ലോ. ആശ്വസിപ്പിക്കേണ്ടതിന് പകരം പേടിപ്പിക്കാൻ നോക്കുവാണോ? അല്ല, ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞതല്ല. നീ എങ്ങനെയും പറയണ്ട. ഒരു കാര്യം പറയുമ്പോ 2 വട്ടം ആലോചിച്ചിട്ട് പറയണമെന്ന് എത്ര വട്ടം ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഏയ്, ഞാൻ പോകാൻ ഇറങ്ങുമ്പോ വഴക്ക് കൂടണ്ട. പിന്നെ ഒഴിവ് കിട്ടുമ്പോ അങ്ങോട്ട് വരണം രണ്ടുപേരും. രജിയെ കണ്ടിട്ട് എന്തു പറഞ്ഞു പുള്ളിക്കാരൻ? ആ, അതൊരു കഥ ഒരു ഭാഗത്ത്. അധ്യായങ്ങൾ എങ്ങോട്ട് പോകുമെന്ന് ദൈവത്തിനെ അറിയൂ. പാവോ കേട്ടോ. ആ അപ്പന്റെ ദുഷ്ടത്തരങ്ങളൊന്നും തൊട്ട് തീണ്ടിയിട്ടില്ല റജിക്ക്. എന്തോ സത്യമാടി. റജിയെ കാണുമ്പോ ഒരു നമ്പൂതിരി പയ്യനാന്നാ എപ്പോഴും എനിക്ക് തോന്നുക. നിങ്ങൾക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടോ? എനിക്ക് തോന്നിയിട്ടുണ്ട്. അതിപ്പോ നിന്നെ കണ്ടാലും തോന്നും ഏതോ ഇല്ലത്തെ കുട്ടിയാണെന്ന്. അല്ല, ശരിക്കും നീ ആരാണെന്ന് ആർക്കും അറിയില്ലല്ലോ. സോറിടാ, എന്റെ നാക്കില് ഗുളികനാ. നീ എന്നോട് ക്ഷമിക്ക്. ഞാൻ ഒന്നും മനസ്സിൽ വെച്ച് പറഞ്ഞതല്ല. നീ വേണേ എന്നെ തല്ലിക്കോ. എന്താ ഇത്? സാരല്ലടാ, നിന്നെ എനിക്കറിയത്തില്ലേ. ഇത് വലിയൊരു മാനക്കേടിയിൽ നിന്നെ രക്ഷിച്ച ആളാ കറിയാച്ചൻ. മാത്രമല്ല, ഇപ്പം നമ്മുടെ പൊതുശത്രു കൂടിയാണ് പുലിക്കാട്ടിൽ കത്രീന. അതുകൊണ്ട് ഇവിടെ നിന്ന് നമുക്കിനി ഒരുമിച്ച് നീങ്ങാം. എങ്കിലേ മതമളകിയ കത്രീനയെ നമുക്ക് തളയ്ക്കാൻ പറ്റൂ. അതുകൊണ്ടല്ലയോ ഞാൻ മോനിച്ചിനെ കൊണ്ട് കത്രീനയുടെ ബോട്ടിൽ കഞ്ചാവ് ഒളിപ്പിച്ച് ഞാൻ വിവരം തന്ന്. പക്ഷെ സംഗതി ചീറ്റിപ്പോയില്ലേ. ഒരിത്തിരി കൂടി വീര്യം കാണിക്കായിരുന്നു നൈനാന്. അതെങ്ങനെയാ കറിയാച്ച? ഞാൻ അവിടെ വീര്യം കാണിച്ചാലേ തോക്കെടുക്കേ നിവൃത്തിയുള്ളൂ. കത്രീനയുടെ ആൾക്കാരെ കറിയാച്ചൻ അറിയാമല്ലോ. ഒരു മടിയും ഇല്ലാതെ കത്രീനയ്ക്ക് വേണ്ടി ചാവും. പിന്നെ 4-5 എണ്ണത്തിനെ കൊന്നതിന് ഞാൻ തൂങ്ങേണ്ടി വരും. ആ ജോണിയായി സിബി ആദ്യം ഒതുക്കണം. അല്ല, അത് ഞാൻ ഒതുക്കും. എപ്പോഴും കൂടെ ആള് കാണത്തില്ലല്ലോ. അതെ അതെ അതെ, വീട്ടിൽ വെച്ചോ അല്ലെങ്കിൽ ടൗണിൽ വെച്ചോ ഒക്കെ പൊക്കണം. വേണമെങ്കിൽ ഒരു 10 കിലോ കഞ്ചാവ് കൂടി സംഘടിപ്പിച്ച് തരാൻ ഞാൻ. അത് ജോണിയുടെ തലയിൽ വെച്ച് കെട്ട്. എങ്കിൽ ഒരു കളി നമുക്ക് കളിക്കാം. അതാ ഞാൻ പറഞ്ഞത്, ഇനി നമുക്ക് ഒന്നിച്ച് നീങ്ങണമെന്ന്. കാരണം കത്രീനയ്ക്ക് രാവണനെ പോലെ 10 തലകളും 20 കൈകളുമാ. ആദ്യം ആ കൈകളൊക്കെ അരിഞ്ഞു വീഴ്ത്തണം. അത് തന്നെ ശരിയായ വഴി. ഒരു 5 കൊല്ലത്തേക്ക് സെൻട്രൽ ജയിലിൽ കിടക്കത്തക്ക വണ്ണം എല്ലാത്തിനെയും പിടിച്ചൊരു കേസ് ചാർജ് ചെയ്തേക്കണം. അതിന് കഞ്ചാവിന്റെ കളി തന്നെയാ നല്ലത്. കാശ് ഇത്തിരി കൂടിയാലും തരക്കേടില്ല. സാധനം ഞാൻ എത്തിച്ചു തരാം. അത് കഴിഞ്ഞ് ആ ടൂറിസ്റ്റ് റിസോർട്ടിൽ ഒരു പിടി പിടിക്കണം. കത്രീനാസ് ഗാർഡൻ തേങ്ങാ കൊല. കറിയാച്ചൻ എന്റെ കൂടെ നിന്ന ഒക്കെ നമുക്ക് ചുരുട്ടി കൂട്ടി ചവിട്ടി ഒതുക്കാം. അല്ല കറിയാച്ച, ആ പെണ്ണ് ശരിക്കും ആരുടെ മോളാ? ആ റോസ് കാതറി. ഇതൊക്കെ റോസിന്റെ അടുത്ത് മാത്രം പറയണമെന്നേ അപ്പച്ചൻ പറഞ്ഞിരുന്നുള്ളൂ. ഇവിടെ വന്നപ്പോ റോസ് ഹോസ്റ്റലിൽ പോയിരിക്കാന്ന് പറഞ്ഞോണ്ടാ ഒക്കെ ഞാൻ ആന്റിയോട് പറഞ്ഞത്. എന്റെ അപ്പച്ചൻ പാവാ. എന്നെക്കൂടി തന്നെ അപ്പച്ചൻ റോസിനെയും കരുതുന്നു. അതുമല്ല, കത്രീൻ ആന്റിയുടെ കാര്യവും പറഞ്ഞ് ഒരു കാലത്തും എന്റെ അമ്മച്ചി അപ്പച്ചന് സ്വൈര്യം കൊടുക്കാറില്ല. ഓർമ്മ വെച്ച കാലം മുതൽ ഞാൻ കേൾക്കണതാ ആന്റിയുടെ പേരും പറഞ്ഞ് അപ്പച്ചനെ കുത്തി നോവിക്കുന്നത്. ഇന്നലെ രാത്രി ഇതേ പ്രശ്നം കാരണം പട്ടിണിയായിരുന്നു എന്റെ അപ്പച്ചൻ. ഞാനൊന്നും കഴിച്ചില്ല. സഹിക്കാൻ മേലാതായി അവിടുത്തെ പൊറുതി. ദയവായിട്ട് ആന്റി ഇത് മനസ്സിലാക്കണം. എന്റെ അപ്പച്ചന് ഒരു ശത്രുതയില്ല. സങ്കടം മാത്രമേ ഉള്ളൂ അപ്പച്ചന്.
കരയാതെ കുഞ്ഞെ. സാഹചര്യങ്ങൾ എന്നെക്കൊണ്ട് അങ്ങനെയൊക്കെ വിശ്വസിപ്പിച്ചു. അതൊന്നും സത്യമല്ലെങ്കിൽ. റോസിപ്പോൾ എത്തും. വഴിന്ന് വിളിച്ചിരുന്നു. എന്നതായാലും ഒന്നിച്ചിരുന്ന് വലുതും കഴിച്ചിട്ട് പോയാൽ മതി മോള്. വേണ്ട ആന്റി, അപ്പച്ചൻ പുറത്ത് കാറിലിരിക്കുക. അതെന്താ നേരത്തെ പറയാഞ്ഞേ? ഡ്രൈവറാണെന്നല്ലേ ഞാൻ കരുതിയേ. അത് ആന്റിക്ക് ദേഷ്യം വരുന്നു പേടിച്ചിട്ട്. ഏയ് വാ. അകത്തേക്ക് വരാമായിരുന്നല്ലോ. ഡ്രൈവറാണെന്ന് ഞാൻ കരുതി. ഡ്രൈവർ പനിയായി കിടക്കുക. മൂക്കെന്തോ റോസിനോട് സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ തന്നെ കൊണ്ടുവന്നതാ. എനിക്ക് മോള് ചില കാര്യങ്ങൾ പറഞ്ഞു. എനിക്ക് റോസ് ഇപ്പോൾ വരും. അകത്ത് കയറിയിരിക്കാം. വേണ്ട, ഇങ്ങോട്ടാ പോകുന്നതെന്ന് ബീനയ്ക്കറിയാം. താമസിച്ച പിന്നെ പുലരുന്നവരെ ചെവിക്ക് സ്വൈരം കിട്ടുകയല്ല. നിമ്മി ഇടയ്ക്ക് ഇങ്ങോട്ട് വിടണം. റോസിന് ഒരു ആശ്വാസമാവും. അതിനെന്നാ, അവള് വന്നോട്ടെ. ചെല്ലു മോളെ, റോസിനെ കാണാൻ നാളെ വാ. ശരി ആന്റി. എനിക്ക് കത്രീനോട് തനിച്ചൊരു കാര്യം സംസാരിക്കാനുണ്ടായിരുന്നു. മോളകത്തേക്ക് ചെല്ലേ. എന്നാ തോമച്ചാ? ഇത്രയും കാലം എനിക്ക് മുഖം തരാതെ ഒന്ന് സംസാരിക്കാൻ പോലും കൂട്ടാക്കാതെ കത്രീന ഒഴിഞ്ഞു മാറി. നീണ്ട 20 വർഷം. ഇത്രയും കാലമായി ഞാൻ നെഞ്ചിനകത്ത് കൊണ്ടു നടക്കുന്ന ചില ചോദ്യങ്ങളുണ്ട്. വേണ്ട തോമച്ചാ, വേണ്ട. ആ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം അറിഞ്ഞാൽ തോമാച്ചന്റെ നെഞ്ചി പിളരും. ഇനി കുറച്ചു കാലം കൂടിയല്ലേ നമുക്ക് ജീവിതം ബാക്കിയുള്ളൂ. ആ രഹസ്യം എന്നോടൊപ്പം അങ്ങനെ മണ്ണിന്റെ അടിയിലോട്ട് പോട്ടെ. ഇനി കുറച്ചു കാലം കൂടിയല്ലേ നമുക്ക് ജീവിതം ബാക്കിയുള്ളൂ. ആ രഹസ്യം എന്നോടൊപ്പം അങ്ങനെ മണ്ണിന്റെ അടിയിലോട്ട് പോട്ടെ. ഇല്ല കത്രീന, എനിക്കറിയണം. എന്നത്തിനാ നീ എന്നെ ഇത്രയും കാലം ശത്രുവായി കണ്ടത്? കല്യാണത്തലേന്ന് എവിടുന്നോ ഒരു കുഞ്ഞിനെ കൊണ്ടുവന്ന് നിന്റെ കുഞ്ഞാണെന്നും ഇനി ആ കുഞ്ഞിനു വേണ്ടിയാണ് നിന്റെ ജീവിതമെന്നും പറഞ്ഞ് എന്തിനാ നമ്മുടെ വിവാഹം മുടക്കിയത്? ഇതിനൊക്കെ കത്രീന എനിക്ക് ഉത്തരം തരണം. ഇല്ലെങ്കിൽ നേറിയ ഞാൻ സെമിത്തിരിയിലേക്ക് പോകത്തുള്ളൂ. തോമാച്ചൻ അത് അറിയാതിരിക്കുന്ന നല്ലത്. അറിഞ്ഞാൽ ദുരന്തമാ ഫലം. ഏത് നരകത്തി എന്റെ മേൽ വീണാലും എനിക്കതൊന്നറിയണം. ഒരിക്കൽ കൂടി ഞാൻ ചോദിക്കാ, തോമാച്ചന് അത് അറിഞ്ഞേ തീരത്തുള്ളൂ? അറിയണം. എന്റെ ഓരോ ശ്വാസത്തിലും ഈ ചോദ്യങ്ങളെ കത്രീനെ അറിഞ്ഞേ തീരും. എങ്കി പറയാം. പക്ഷെങ്കി തോമാച്ചനൊരു സത്യം ചെയ്യണം, എന്നോടും കർത്താവിനോടും. അത് തെറ്റിച്ചാ തോമാച്ചാ പിന്നെ ഞാനും ജീവിച്ചിരിക്കില്ല. ഇത് കർത്താവിന്റെ പേരിൽ കത്രീന പറയുന്ന വാക്കാ. സമ്മതമാണോ? സത്യം ചെയ്യാം. എന്നാ വേണമെങ്കിലും ചെയ്യാം. ഞാൻ പറയുന്ന കാര്യം മൂന്നാമതൊരാൾ അറിയരുത്. വേറൊരാളെപ്പറ്റി എനിക്ക് പറയാനുള്ളത്. ആ ആൾ അറിഞ്ഞു കഴിഞ്ഞാലോ, ഇതുവരെ പെരുമാറിയതിനപ്പുറം എന്തെങ്കിലും മാറ്റം കാട്ടിയാലോ, ആ സത്യം അറിയിച്ചാലോ, അതോടെ തീരും നമ്മുടെ രണ്ടുപേരുടെയും ജീവിതം. ശരി, കത്രീനയാണ് സത്യം. കർത്താവ് തമ്പുരാനാണ് സത്യം. കത്രീന പറയുന്ന കാര്യം എന്റെ നെഞ്ചിനകത്തിരിക്കത്തേ ഉള്ളൂ. കുരിശു വരച്ചേ. ഇരുപത്തിരണ്ട് കൊല്ലം മുമ്പ് മൂന്നാറിലെ തോമാച്ചന്റെ തേയിലത്തോട്ടത്തിന്റെ തെക്കേ അറ്റത്ത് ഒരു കൊച്ചു കുടിലുണ്ടായിരുന്നു. അല്ല, ഇന്നും അതുണ്ട്. ആ സ്ഥലം മാത്രം മേടിച്ച് എല്ലാ വർഷവും ഞാനത് കെട്ടിമേഞ്ഞ് സൂക്ഷിക്കുക, ഒരു സ്മാരകം പോലെ. ആ കുടിലിൽ ജീവിച്ച ഒരച്ഛനും മോളും ഉണ്ടായിരുന്നു. കല്യാണം കഴിക്കാതെ മോള് ഗർഭിണിയായിന്ന് അറിഞ്ഞപ്പോൾ തോമാച്ചന്റെ ബംഗ്ലാവ് കാവൽക്കാരനായിരുന്ന
ആ പാവം മനുഷ്യൻ തൂങ്ങി മരിച്ചു. അപ്പോഴേക്കും എസ്റ്റേറ്റ് വിറ്റ് തോമാച്ചൻ മൂന്നാറിനോട് യാത്രയും പറഞ്ഞ് ഇങ്ങ് പോന്നായിരുന്നു. ആ പാവം പെണ്ണ് നാട്ടുകാരുടെ കുത്തുവാക്കം സഹിച്ച് ആരോരും സഹായത്തിനില്ലാതെ ആ കുടിലിൽ കിടന്ന് പ്രസവിച്ചു. ചോര വാർന്ന് അവിടെ തന്നെ മരിക്കുകയും ചെയ്തു. ആ കുഞ്ഞാണ് തോമാച്ച, എന്റെ മോള് റോസ്. തോമാച്ചന്റെ ചോരയിൽ കുരുത്ത ജീവൻ. ഈ പറഞ്ഞത് തോമാച്ചന്റെ നെഞ്ചിനകത്ത് കുഴിച്ചു മൂടിയേക്കണം. ഇല്ലെങ്കിൽ ആ കുഞ്ഞാണ് തോമാച്ച, എന്റെ മോള് റോസ്. എന്റെ മോള് റോസ്. അയ്യോ, ഇതെന്നാ മധുരസ്മരണകൾ അയവർക്കുവാണോ? ആ, ഒന്നാം ഭാര്യയെ കണ്ടേച്ച് ഇപ്പൊ വന്നതല്ലേ ഉള്ളൂ. ഇതെന്നതാ ചായ ഇത്രയും നീളത്തി ഓർക്കാൻ? ഓ, എനിക്ക് പിണക്കൊന്നുമില്ല കേട്ടോ. ചുമ്മാ അറിയാൻ വേണ്ടി ഓരോന്ന് ചോദിക്കുക. പണക്കാരാവുമ്പോ വയസ്സുകാലത്ത് 2-3 ഭാര്യമാരൊക്കെ പതിവല്ലയോ? അതിലിപ്പോ എന്നതാ ഒരു തെറ്റ്? ഇപ്പോഴും നല്ല ചെറുപ്പാ കത്രീന, അല്ലയോ? അല്ല, അങ്ങനെങ്ങ് വയസ്സാവുകയല്ലോ. ഒന്നാമത് പെറ്റിട്ടില്ല, പിന്നെ മനസ്സിൽ ഇപ്പോഴും പ്രേമം നിറഞ്ഞു നിൽക്കുമല്ലയോ. അങ്ങനെയുള്ള ആൾക്കാർക്ക് പെട്ടെന്നൊന്നും വയസ്സാവുകയില്ല. ഞാൻ അങ്ങ് കിളവിയായി ഇല്ലയോ ചായ? ഞാൻ എന്നാ ചെയ്യാനാ ചായ? എനിക്കിപ്പോ ആരേലും കയറി പ്രേമിക്കാൻ ഒക്കോ? എങ്കിൽ ഞാനും ചെറുപ്പായേനെ. പക്ഷേ എന്റെ അപ്പനും അമ്മച്ചിയും അങ്ങനെ അല്ലല്ലോ വളർത്തിയേ. ചൊല്ലുവിളി ഇത്തിരി കൂടിപ്പോയി, അതാ എന്റെ കുഴപ്പം. അല്ല, ഇച്ചായം പറയുവാണെങ്കിൽ ഞാനൊന്ന് ഹെൽത്ത് ക്ലബിൽ പോയി നോക്കാം. എന്റെ അടുത്ത് താല്പര്യം ഉണ്ടെങ്കിൽ മതി കേട്ടോ. അയ്യോ, ഇത് എങ്ങോട്ട് പോവാ? അല്ല, പുലിക്കാട്ടിൽ ബംഗ്ലാവിലേക്കാണോ? അല്ലേ, ഒരു ഉപദേശം ചോദിച്ചതിനാണോ ഇങ്ങനെ ദേഷ്യപ്പെടുന്നേ? ഭർത്താവിന്റെ തോന്നിവാസത്തിന് കൂട്ടു നിൽക്കുന്ന ഒരു പാവം ഭാര്യയായിട്ടും എന്റെ ഒരവസ്ഥ ഇങ്ങനെയായി പോയല്ലോ. മോളൂ, മോളൂ, എഴുന്നേറ്റേ. മണി 8:30. കുറച്ചുകൂടെ ഉറങ്ങട്ടെ അമ്മ. ദേ, ഈ മടിയൊന്നും അമ്മയ്ക്ക് പിടിക്കില്ല. എഴുന്നേറ്റേ. ഷോ, ലേറ്റ് ആയില്ലേ ഇന്നലെ കിടക്കാൻ? ആഹാ, നീ കിടന്നിട്ടല്ലേ അമ്മ കിടന്നേ? എന്നിട്ട് ഞാൻ 4:30 മണിക്ക് എഴുന്നേറ്റ് കുളിച്ച് ബോർഡ് ചട്ടിയിൽ പോയിട്ടാ വരുന്നേ. എഴുന്നേൽക്ക്. മടി പിടിച്ച ജീവിതത്തിൽ ഉയർച്ച ഉണ്ടാവത്തില്ല കുഞ്ഞേ. അമ്മ ഇതേവരെ വിശ്രമം എന്താന്ന് അറിഞ്ഞിട്ടില്ല. അതൊരു സുഖ. ഇപ്പൊ വരാവേ. എടി പെണ്ണേ, നീ ഇന്നലെ പോകുന്ന വഴിക്ക് റെജിയെ കണ്ടായിരുന്നു അല്ലേ? ഷോ, ഈ സണിച്ചായനൊരു പാറയാ. അപ്പോഴേക്കും അതൊക്കെ വിളമ്പി തന്നു അല്ലേ? അവനെ കുറ്റം പറയാൻ നിക്കണ്ട. നീ ചെയ്തത് ശരിയോ തെറ്റോന്ന് സണ്ണിച്ചാൻ അറിയില്ലല്ലോ. റെജി എന്നാ പറഞ്ഞോ?
നിങ്ങൾ തമ്മിൽ എന്നാ സംസാരിച്ചേ? അമ്മയ്ക്കത് അറിയണം. അമ്മ അത് എന്തൊക്കെ പ്ലാൻ എന്ന് ചോദിച്ചത്. ഞാൻ പഠിത്തം നിർത്താണെന്ന് പറഞ്ഞു. പിന്നെ റജി എന്നെ അല്ലാതെ വേറെ ആരെയും കല്യാണം കഴിക്കത്തില്ലെന്ന് അമ്മയോട് പറഞ്ഞത്രേ. അതേ കാര്യം നിന്നോടും പറഞ്ഞു അവൻ? പറഞ്ഞു. അപ്പോ നീ എന്നാ പറഞ്ഞു? അമ്മയോട് എല്ലാം തുറന്നു പറഞ്ഞുന്ന്. അതല്ല, റെജി പറഞ്ഞല്ലോ നിന്നെ അല്ലാതെ വേറെ ആരെയും കെട്ടത്തില്ലെന്ന്. അതുപോലെ നീയും പറഞ്ഞൊന്നാ ചോദ്യം. അത് പറഞ്ഞു. തമ്മിൽ കണ്ടതിന്റെ ഒരു ആവേശത്തിൽ പറഞ്ഞതാണോ അതോ ശരിക്കും ആലോചിച്ചിട്ട് തന്നെയാണോ? ആലോചിച്ചിട്ട് തന്നെ അമ്മ. അമ്മ എതിർക്കയില്ലെങ്കിൽ ഞങ്ങൾ ഒരുമിച്ച് ജീവിക്കും. എതിർത്താലോ? അതറിയത്തില്ല അമ്മ. ചിലപ്പോ മരിക്കുമായിരിക്കും. അത്രയാണോ നിങ്ങള്? അതെ അമ്മ. ഇത് രണ്ടും മോശമല്ല, ബാക്കിയൊന്നും കൊള്ളുകയല്ലോ. ഓ, അല്ല, ഇത് രണ്ടും ഏതാ? ആ നീല ഉടുപ്പിട്ടിരിക്കുന്നത് കൊച്ചുപുരക്കൽ ജോർജ് ജോസഫിന്റെ ഇളയ മോള. ഓ. ബികോം കഴിഞ്ഞ് നിൽക്കുക. ഉം. സ്വത്തുവിവരങ്ങള് പിന്നെ ഞാൻ പറയണ്ടല്ലോ. ഉം. മറ്റേത് ആ ടൗണിലുള്ള ബോബി ഫാഷൻ ടവേഴ്സ് സാറ് കണ്ടിട്ടില്ലയോ? 5 നിലയുള്ള തുണിക്കട. അതിന്റെ ഉടമസ്ഥൻ ഫ്രാൻസിസ് പാറമേലിന്റെ ഒറ്റ മോള ബോബി. അപ്പൊ ഞാൻ വിളിച്ചായിരുന്നോ? ആ, നീ ഇതൊന്ന് നോക്കിയേ. എന്നതാ? ഇഷ്ടപ്പെട്ടോടാ നിനക്ക്? ഞാനെന്തിനാ ഇഷ്ടപ്പെടുന്നേ? ഇതൊക്കെ ആരാ? നിനക്ക് വിവാഹം ആലോചിക്കാൻ പോകുന്ന കുട്ടികളാ. നാളെയോ മറ്റന്നാളോ നീ ചെന്ന് കണ്ട് ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം ഉറപ്പിക്കണം. എനിക്കിപ്പോ കല്യാണം വേണ്ട പച്ച. അതെന്നതാ? എനിക്കിപ്പോ വേണ്ട. ആ, ദേവസ്വം വയ്ക്കോ, ഞാൻ വിളിപ്പിച്ചോളാം. ഓ, കണ്ട ബ്രോക്കറുടെ മുമ്പിൽ വെച്ച് എന്നോട് ധിക്കാരം പറയാൻ വേണ്ടി വളർന്നോടാ നീ? എടാ എടാ നിന്നോടാ ചോദിച്ചു. എന്റെ ഈശോ, എന്നതാ ഈ തല്ലും വഴക്കൊക്കെ? അയ്യോ, ഇവൻ എന്നാ സൂക്കനാണെന്ന് എനിക്കറിയണം. നിനക്ക് എന്താണ് പ്രശ്നം? മോനെ, എനിക്ക് പ്രശ്നമൊന്നുമില്ല. അപ്പച്ചനായിട്ട് പ്രശ്നം ഉണ്ടാക്കാതിരുന്നാ മതി. എന്ന് വെച്ചാൽ എനിക്ക് കല്യാണം വേണ്ടതല്ലേ ഞാൻ പറഞ്ഞുള്ളൂ. അതിന് അപ്പച്ചൻ എന്നെ തല്ലിയത്. കല്യാണം വേണ്ടെന്ന് തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യം എനിക്കില്ലേ? ഓഹോ, അപ്പൊ നീ എന്റെ അടുത്തും സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കുകയാണ് അല്ലടാ? ഇച്ചാൻ ഇത് എന്നാ വർത്തമാനമായി പറയുന്നേ? അവൻ മനസ്സ് വിഷമിച്ച് നിൽക്കില്ലയോ? അപ്പൊ കല്യാണക്കാരും പറഞ്ഞല്ലോ എങ്ങനാ? നീ ഇവന് ചൂട്ടുപിടിക്കാൻ നിൽക്കണ്ട. നീ എന്നെ സെമിനാറിലേക്ക് പോകാൻ തീരുമാനിച്ചോ? അച്ചമ്പട്ടത്തിന് പഠിക്കാൻ? ഇല്ല. പിന്നെന്താ കല്യാണമേ വേണ്ടെന്ന് പറഞ്ഞത്? കല്യാണമേ വേണ്ടെന്ന് ഞാൻ പറഞ്ഞില്ല. എനിക്ക് ഇഷ്ടപ്പെടാത്ത പെണ്ണൊന്നും ഞാൻ കെട്ടുകയില്ല. പിന്നെ എടാ, ആണുങ്ങളെ പോലെ മുഖത്ത് നോക്കി സംസാരിക്കടാ. എന്നാ പിന്നെ നിനക്ക് ഇഷ്ടപ്പെട്ട പെണ്ണ് ആരാണെന്ന് പറ, കെട്ടിച്ചു തരാം ഞാൻ. എന്നാ അങ്ങനെ ആരുമില്ലേ? പറയടാ. അത് അപ്പച്ചനും അമ്മച്ചും കൂടെ അല്ലേ റോസിനെ എനിക്ക് വേണ്ടി തീരുമാനിച്ചത്. എനിക്ക് അവളെ ഇഷ്ടം. അത് നടക്കുകയല്ല. എന്നാ റോസിനെ അല്ലാതെ വേറൊരു പെണ്ണെ ഞാൻ കെട്ടുകയില്ല. അത് ഈ ജമ്മത്ത് നടക്കത്തില്ല. എന്റെ ഇച്ചായ, ഞാൻ പറയുന്നൊന്ന് കേക്ക്. കുറച്ച് നീ നാളെ പോയി കഴിഞ്ഞോട്ടെ. മോനെ അകത്തു പോ, അമ്മച്ചി നോക്കാം. എന്റെ ഈശോയെ, എന്നതാ നാൻസി, എന്നെ കണ്ടപ്പോ കർത്താവിനെ വിളിക്കുന്നേ? വന്നത് ഇഷ്ടപ്പെട്ടില്ലയോ? അയ്യോ, അത് അകത്തോട്ട് വരാലോ. വന്നട്ടെ, ഇരിക്കൂ. ഞാൻ ഇച്ചായനെ വിളിക്കാം. ഇച്ചായ, ഒന്നിഞ്ഞു വന്നേ. ദേ കത്രീനാമ്മ വന്നിട്ടുണ്ട്. എന്നാത്തിന് നാൻസി ഇത്രയും വെപ്രാളം?
ഞാൻ എന്നാ കാട്ടുമൃഗം മറ്റോ ആണോ? ഏയ് അതല്ല, ഒട്ടും പ്രതീക്ഷിക്കാതെ കത്രീനാമ്മ ഇവിടെ വന്നപ്പോ ഒരു നമസ്കാരം നേനാൻ സാറേ. പരാതി വല്ലതുമാണെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ എഴുതി കൊടുത്താൽ മതി. പരാതിയല്ല, അപേക്ഷയാ. എന്റെ കുഞ്ഞിന് വേണ്ടിയുള്ളൊരു അപേക്ഷ.